വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 പബ്ലിക് എക്സാമിന് +2 ബിസിനസ് സ്റ്റഡീസിൽ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജും ഓരോ ചാപ്റ്റേഴ്സിനും ചോദിക്കാൻ സാധ്യതയുള്ള ഷുവർ ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എത്ര മാർക്കിന് ചോദിക്കാം എന്നതുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോവാം, വീഡിയോയിലേക്ക് പോവാം. നമുക്ക് പ്രധാനമായിട്ടും 11 ചാപ്റ്റേഴ്സാണ് +2 ബിസിനസ് സ്റ്റഡീസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് നാച്ചർ ആൻഡ് പേർപ്പസ് ഓഫ് മാനേജ്മെൻറ്റ്. 6 മാർക്കിനാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളത്. ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിലുള്ള പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസിനെ പറ്റി ചർച്ച ചെയ്യുന്നൊരു ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 7 മാർക്കാണ്. ദെൻ തേർഡ് ചാപ്റ്റർ ബിസിനസ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മിനിമം ഒരു 4 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു തേർഡ് ചാപ്റ്റർ. ദെൻ ഫോർത്ത് ചാപ്റ്റർ പ്ലാനിങ് എന്ന് പറയുന്ന ഈ 4ാമത്തെ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 6 മാർക്കാണ്. പിന്നീട് വരുന്നത് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. 7 മാർക്കാണ് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. നെക്സ്റ്റ് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 9 മാർക്കാണ്. ദെൻ 7th ചാപ്റ്റർ ഡയറക്റ്റിംഗ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 11 മാർക്കാണ്. ദെൻ നെക്സ്റ്റ് വൺ കൺട്രോളിംഗ്. മിനിമം ഒരു 4 മാർക്കിനൊക്കെ ചോദ്യം ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് കൺട്രോളിംഗ് എന്ന് പറയുന്ന യൂണിറ്റ്. ദെൻ നെക്സ്റ്റ് വൺ 9th ചാപ്റ്റർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. 10 മാർക്കിനൊക്കെ ചോദ്യം ചോദിക്കാൻ മിനിമം ഒരു 10 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നൊരു ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന യൂണിറ്റ്. ആൻഡ് നെക്സ്റ്റ് യൂണിറ്റ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 12 മാർക്കാണ്. ആൻഡ് ലാസ്റ്റ് ചാപ്റ്റർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 4 മാർക്കാണ്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്റേഴ്സിനും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസൊക്കെ എത്ര മാർക്കിന് വീതം ചോദിക്കും എന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് നാച്ചർ ആൻഡ് പേർപ്പസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഈ ചാപ്റ്ററിന് 2 തൊട്ട് 4 മാർക്കിന് വരെ ഷുവറായിട്ടും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. 2 തൊട്ട് 5 മാർക്കിന് വരെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. നമുക്കറിയാം 3 ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ഉള്ളത് അല്ലേ. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. അപ്പോൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 2 തൊട്ട് 5 മാർക്കിന് വരെ ഉറപ്പായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ് പോലുള്ള മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസിനെ പറ്റി 5 മാർക്കിന് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ദെൻ കോർഡിനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോർഡിനേഷൻ ഇസ് കാൾഡ് എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ്. കമൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ടൊരു ഫംഗ്ഷനാണ് കോർഡിനേഷൻ. സോ കോർഡിനേഷനെ പറ്റി എഴുതാൻ, കോർഡിനേഷനെ പറ്റിയിട്ട് ഷോർട്ട് നോട്ട് എഴുതാനായിട്ട് മിനിമം ഒരു 5 മാർക്കിന് ഈ ചാപ്റ്ററിന് ചോദിക്കാം. സോ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. കഴിഞ്ഞ കുറച്ച് 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഒരു എബോവ് 90% നിങ്ങൾക്ക് എങ്ങനെയായാലും ബിസിനസ് സ്റ്റഡീസിൽ സ്കോർ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള റിപ്പീറ്റഡ് ആയിട്ട് കഴിഞ്ഞ മുൻകാല പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്ററായ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. എസ്എ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്ന ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെക്കൻഡ് ചാപ്റ്റർ. ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ സ്കാലാർ ചെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. എന്താണ് സ്കാലാർ ചെയിൻ? ഒരു ഡയഗ്രത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് സ്കാലാർ ചെയിൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരു 3 മാർക്കിന് മിനിമം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് അടുത്ത ക്വസ്റ്റ്യന് എക്സ്പ്ലെയിൻ ദ ടെക്നിക്സ് ഓഫ് ഫങ്ഷണൽ ഫോമാൻഷിപ്പിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ക്വസ്റ്റ്യനിന്ന്, ഈ ചാപ്റ്ററിന്.
ദെൻ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു 5 മാർക്കിന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു സിനാരിയോ തരും, ഒരു സർക്കംസ്റ്റാൻസസ്, ഒരു സാഹചര്യം തരും. ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട് വരുന്ന മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഏതാണെന്ന് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ചേരുംപടി ചേർക്കാനായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം. അതൊരു ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ 5 മാർക്കിന് ആണ് ചോദിക്കാറുള്ളത് പൊതുവെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8 മാർക്കിനൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ബൈ ഹെൻറി ഫയോൾ. ഹെൻറി ഫയോൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിനെ പറ്റി എസ്സേ ക്വസ്റ്റ്യന് റിപ്പീറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഡെവലപ്ഡ് ബൈ ഹെൻറി ഫയോൾ. ഹെൻറി ഫയോൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിനെ പറ്റി. സോ അത് നന്നായിട്ട് പഠിച്ചു പോവുക. ദെൻ നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്, എസ്സേ ക്വസ്റ്റ്യനാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. FW ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനെ പറ്റി, പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ഒക്കെ നന്നായിട്ട് പഠിച്ചു പോവുക. 8 മാർക്കിനൊക്കെ ഇത് മിനിമം ഒരു 8 മാർക്കിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഇനി 8 മാർക്കിന് ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻ്റൊക്കെ ഒരു 4-5 മാർക്കിന് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ദെൻ ഇതൊക്കെയാണ് സെക്കൻഡ് ചാപ്റ്ററിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്, പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യന്. നെക്സ്റ്റ് തേർഡ് ചാപ്റ്റർ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന യൂണിറ്റ്. ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് മാച്ച് ദ ഫോളോയിങ്, ചേരുംപടി ചേർക്കാൻ. ഇപ്പം നമുക്ക് കുറച്ച് ഫാക്ടേഴ്സ് തരും. ആ ഫാക്ടേഴ്സ് ഏത് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്? പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടതാണോ? ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടതാണോ? ഇക്കണോമിക് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടതാണോ? അങ്ങനെ മാച്ച് ദ ഫോളോയിങ് ചേരുംപടി ചേർക്കാനായിട്ട് 4 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ക്ലാസിഫൈ ദ ഫോളോയിങ് ഫാക്ടേഴ്സ് അണ്ടർ ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് ലീഗൽ എൻവയോൺമെൻറ്റ്. താഴെ നമുക്ക് കുറച്ച് ഫാക്ടേഴ്സ് തരും, കുറച്ച് ഘടകങ്ങൾ തരും. പിന്നെ അത് ഏത് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്? ബിസിനസ് എൻവയോൺമെൻറ്റിലെ എക്കണോമിക് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടതാണോ? സോഷ്യൽ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടതാണോ? ലീഗൽ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടതാണോ? അതൊക്കെ അത്തരത്തിലുള്ള ക്വസ്റ്റ്യന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് വരെ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ നെക്സ്റ്റ് ചാപ്റ്ററാണ് പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്റർ. പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 2 തൊട്ട് 5 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്, പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ്. ദെൻ നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ് പ്ലാൻസ്, ടൈപ്സ് ഓഫ് പ്ലാൻസ്. നമുക്കറിയാം വിവിധ തരത്തിലുള്ള പ്ലാനുകളുണ്ട്. ആ പ്ലാനുകളെ പറ്റിയിട്ടുള്ളൊരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനായിട്ട് 4 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാം. പോളിസിയെ പറ്റി, പ്രൊസീജിയറിനെ പറ്റി, പ്രോഗ്രാംസിനെ പറ്റി, റൂൾസിനൊക്കെ പറ്റി അറ്റ്ലീസ്റ്റ് ഈ 4 ടൈപ്സ് ഓഫ് പ്ലാനെങ്കിലും നിങ്ങൾ പഠിച്ചു പോവുക. നെക്സ്റ്റ് പിന്നീട് ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്, പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. അതും ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്, പ്ലാനിങ്ങിലുള്ള സ്റ്റെപ്സുകൾ. അതൊരു 5 മാർക്കിന് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്, പ്ലാനിങ്ങിലുള്ള സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്ത ചാപ്റ്ററിൻ്റെ പേര് ഓർഗനൈസിങ് എന്നാണ്. ഓർഗനൈസിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യന് പിന്നെ ഇടയ്ക്ക് വരാറുണ്ട്. ഇവിടെ ആ ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർസ് ലിമിറ്റഡ് പ്രൊഡ്യൂസസ് 3 ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റ്, കോസ്മെറ്റിക്സ്, ഗാർമെൻറ്റ്സ് ആൻഡ് മെഡിസിൻസ്. സ്റ്റാർസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഫേം 3 തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റും, ഗാർമെൻറ്റ്സ് പ്രൊഡക്റ്റും, മെഡിസിൻസ്. അങ്ങനെ കോസ്മെറ്റിക്സ്, ഗാർമെൻറ്റ്സ്, മെഡിസിൻ, ഇങ്ങനെ 3 തരത്തിലുള്ള പ്രൊഡക്റ്റാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ സജസ്റ്റ് എ സ്യൂട്ടബിൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫോർ സ്റ്റാർ ലിമിറ്റഡ്. ഈ സ്റ്റാർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഫേമിന് അനുയോജ്യമായിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഏതാണെന്ന് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ബി റെപ്രസെൻറ്റ് ദി സ്ട്രക്ചർ ഇൻ എ ഡയഗ്രാം. ഇങ്ങനെ സ്റ്റാർസ് ലിമിറ്റഡിന് പറ്റിയ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഏതാണെന്ന് ഡിഫൈൻ ചെയ്തിട്ട് ആ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡയഗ്രത്തിൽ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ 2 അഡ്വാൻറ്റേജിനെ പറ്റി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ 4 തൊട്ട് 5 മാർക്കിന് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്. അതൊരു 5 മാർക്കിന് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, ഓർഗനൈസിങ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്
ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററാണ് സ്റ്റാഫിംഗ്. എസ് എ ക്വസ്റ്റ്യന് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന മറ്റൊരു എസ് എ ക്വസ്റ്റ്യന് വരുന്നൊരു ചാപ്റ്ററാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ. സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാനുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്, റൈറ്റ് എനി ഫോർ ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് അതൊരു 4 തൊട്ട് 5 മാർക്കിന് വരെ ചോദിക്കാറുണ്ട്. ഇനി ഈ ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും അതിൻ്റെ ഡിഫറൻസ് ചോദിച്ചിട്ടില്ലെങ്കിൽ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിനെ പറ്റിയും അല്ലെങ്കിൽ ഓഫ് ദി ജോബ് ട്രെയിനിങ്ങിനെ പറ്റിയും ഷോർട്ട് നോട്ട് എഴുതാനായിട്ട് ഈ ചാപ്റ്ററിന് ഒരു 2 തൊട്ട് 4 മാർക്കിന് വരെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അത് പഠിച്ചു വെക്കണം. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് സോഴ്സുകളെ പറ്റി. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഉണ്ടല്ലോ, ആ സോഴ്സുകളെ പറ്റി 4 തൊട്ട് 5 മാർക്കിന് വരെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഈ ചാപ്റ്ററിന് എസ് എ ക്വസ്റ്റ്യന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ തരത്തിലുള്ള ക്വസ്റ്റ്യന് ഡിസ്ക്രൈബ് ദ വേരിയസ് സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിംഗ് പ്രോസസ്സ്. സ്റ്റാഫിംഗ് പ്രോസസ്സിനെ പറ്റി അല്ലെങ്കിൽ സ്റ്റാഫിങ്ങിനുള്ള സ്റ്റെപ്സിനെ പറ്റി 8 മാർക്കിനൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ എക്സ്പ്ലെയിൻ എനി 8 എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റിനെ പറ്റി, ആ സോഴ്സുകളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് 8 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ 8 മാർക്കിന് ഈ ചാപ്റ്ററിന് എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് യൂസ്ഡ് ഇൻ സെലക്ടിങ് എംപ്ലോയീസ്. എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ ഏതൊക്കെയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ളത്, ഇതിൽ ഈ 3 എണ്ണത്തിൽ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് ഇനി വരാൻ സാധ്യതയുള്ളത് സ്റ്റാഫിംഗ് പ്രോസസ്സിനെ പറ്റി ചോദിക്കാനാണ് സാധ്യത കൂടുതൽ എന്നാണ് എൻ്റെ അനുമാനം. സോ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ചാപ്റ്ററാണ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിന് 4 തൊട്ട് 8 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് സ്റ്റേറ്റ് ദ നീഡ് ഹയറാർക്കി തിയറി ഓഫ് എബ്രഹാം മാസ്ലോസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഒരു ഡയഗ്രത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് എബ്രഹാം മാസ്ലോസിൻ്റെ നീഡ് ഹയറാർക്കി തിയറിയെ പറ്റി 4 തൊട്ട് 8 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 8 മാർക്കിനൊക്കെ ചോദിക്കുന്ന സമയത്ത് ആ നീഡ് ഹയറാർക്കി തിയറി കറക്റ്റായിട്ട് വരച്ച് അതിനെ ഓരോന്നിനെ പറ്റി എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ അടുത്തത് ഈ ചാപ്റ്ററിന് 4 തൊട്ട് 8 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ദ എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബൈ ഡ്രോയിങ് എ ഡയഗ്രാം. ഒരു ഡയഗ്രത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് കമ്മ്യൂണിക്കേഷൻ്റെ എലമെൻറ്റ്സിനെ പറ്റി 4 തൊട്ട് 6 മാർക്കിന് വരെ ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. എന്താണ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് ഒരു ഡയഗ്രത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് 8 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിന് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം. ദെൻ ഇത്രയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. കൺട്രോളിംഗ് ആണ് അടുത്ത ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. 4 മാർക്കാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. അപ്പോൾ 2 തൊട്ട് 4 മാർക്കിന് വരെയൊക്കെ ഏതൊക്കെ ക്വസ്റ്റ്യനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വണ് സ്റ്റെപ്സ് ഇൻ കൺട്രോളിംഗ് പ്രോസസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കൺട്രോളിംഗ് പ്രോസസ്സിലെ സ്റ്റെപ്സ് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ സബ്സ്റ്റാൻഷ്യലേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. പ്ലാനിങ്ങും കൺട്രോളിങ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി ഒരു 2 തൊട്ട് 4 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ദെൻ അടുത്തത് എക്സ്പ്ലെയിൻ ദ ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിംഗ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ കൺട്രോളിംഗ് ഫംഗ്ഷൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് അതിനെപ്പറ്റി ഒരു 2 തൊട്ട് 4 മാർക്കിന് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് വരുന്ന ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. സോ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന് 2 തൊട്ട് 4 മാർക്കിന് വരെ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നൊരു ചാപ്റ്ററാണ്. പ്ലസ് 2 ബിസിനസ് സ്റ്റഡീസിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന യൂണിറ്റ്. ഈ ചാപ്റ്ററിന് 2 തൊട്ട് 4 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റി ഒരു 2 തൊട്ട് 4 മാർക്കിന് വരെ ചോദിക്കാവുന്നതാണ്. അതുപോലെ എക്സ്പ്ലെയിൻ എനി 4 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ഒരു ഫേമിന് ഫിക്സഡ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തിനാണ്,
ഫിക്സഡ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതൊരു 4 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ എക്സ്പ്ലെയിൻ എനി 4 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിവിഡൻഡ് ഡിസിഷൻ. ഡിവിഡൻഡ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അതൊരു 4 തൊട്ട് 6 മാർക്കിന് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ദെൻ അടുത്തത് എവറി ഫിനാൻസ് മാനേജർ ഹാസ് ടു ടേക്ക് 3 ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. വിച്ച് ആർ ദേ എക്സ്പ്ലെയിൻ. ഒരു ബിസിനസ്സിലെ എല്ലാ ഫിനാൻസ് മാനേജേഴ്സും പ്രധാനപ്പെട്ട 3 ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കേണ്ടി വരും. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിസിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട 3 ഡിസിഷൻ ഉണ്ട്. ആ 3 ഡിസിഷനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് 6 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ചാപ്റ്ററാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ് ഓർ അഡ്വർടൈസിങ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്. മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ അഡ്വർടൈസിങ്ങും പേഴ്സണൽ സെല്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, ഇതിലേതെങ്കിലും ഒന്ന് തമ്മിലുള്ള ഡിഫറൻസ് ഈ ഒരു ചാപ്റ്ററിന് 4 തൊട്ട് 6 മാർക്കിന് വരെ ചോദിക്കാവുന്നതാണ്. അതുപോലെ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് 4 തൊട്ട് 8 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് മാർക്കറ്റിംഗ് മിക്സ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് 4 P's. നമുക്കറിയാം മാർക്കറ്റിംഗ് മിക്സ് ഉണ്ട്, 4 P's ഓഫ് മാർക്കറ്റിംഗ്, പ്രൈസ്, പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 4 P's ഓഫ് മാർക്കറ്റിംഗ് ഉണ്ട്. ആ പ്രധാനപ്പെട്ട 4 Pകൾ ഏതൊക്കെയാണ്? അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് 4 മാർക്ക് തൊട്ട് 8 മാർക്കിന് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഒരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് വൺ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 8 കോമൺലി യൂസ്ഡ് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്. പ്രധാനപ്പെട്ട 8 സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? സെയിൽസ് പ്രൊമോഷനായിട്ട് ഒരു ബിസിനസ് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 8 സ്ട്രാറ്റജികൾ, ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് 8 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്ന് എസ് എ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ അടുത്തതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന ലാസ്റ്റ് യൂണിറ്റ്. ഈ ഒരു യൂണിറ്റിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 4 മാർക്കാണ്. അപ്പോൾ ഒരു 4 മാർക്കിന് മിനിമം ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് റൈറ്റ്സ് ഓഫ് കൺസ്യൂമർ ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഒരു കൺസ്യൂമർക്കുള്ള റൈറ്റുകൾ എന്തൊക്കെയാണ്, അധികാരങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് കൺസ്യൂമറുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്. കൺസ്യൂമർക്ക് റൈറ്റുകൾ മാത്രമല്ല, ചില ഉത്തരവാദിത്തങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് ഇത് സെയിം മാർക്കിന് 2 തൊട്ട് 4 മാർക്കിന് വരെ ചോദിക്കാം. ഈ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് കൺസ്യൂമറുടെ റെസ്പോൺസിബിലിറ്റിയേക്കാൾ കൂടുതൽ തവണ മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളത് കൺസ്യൂമറുടെ റൈറ്റ്സിനെ പറ്റിയാണ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പ്രകാരമുള്ള. അതുപോലെ ഈ ചാപ്റ്ററിൽ നിന്ന് 3 തൊട്ട് 4 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് കൺസ്യൂമർ ഗ്രീവൻസ് ആർ അഡ്രസ്ഡ് ബൈ 3 ടയർ മിഷനറി. 3 ടയർ സിസ്റ്റം പ്രകാരമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കൺസ്യൂമറുടെ പരാതികളൊക്കെ പരിഹരിക്കുന്നത്. നെയിം ദീസ് 3 ഏജൻസീസ് ആൻഡ് ദെയർ ഡിസിഷൻ ലിമിറ്റ്. അങ്ങനെ കൺസ്യൂമറുടെ പരാതികളും പരിഹാരങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ഉള്ള പ്രധാനപ്പെട്ട ആ 3 ഏജൻസികൾ ഏതൊക്കെയാണ്, അവരുടെ ലിമിറ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്കൊരു 3 തൊട്ട് 4 മാർക്കിന് വരെ ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സും ആ ചാപ്റ്റേഴ്സിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അവ എത്ര മാർക്കിനൊക്കെ ചോദിക്കാമെന്നതും. സോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു സോ മച്ച്.